ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം ലേവ്യ പുസ്തകം 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലേവ്യ പുസ്തകം 20 അധ്യായം 26 വാക്യം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ദൈവജനത്തിൻ്റെ ദിനചര്യയിലെ വിശുദ്ധതയെക്കുറിച്ചാണ് ഇന്നത്തെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. യാഗങ്ങളും ആചാരങ്ങളും മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അതായത് സ്വഭാവം, ബന്ധങ്ങൾ, സേവനം, ആരാധന, ഇവയിലെല്ലാം വിശുദ്ധത ആവശ്യമാണ്. ലേവ്യ പുസ്തകം 19 അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന്. മാത്രവുമല്ല, എൻ്റെ ശബ്ബത്തുകൾ നിങ്ങൾ പ്രമാണിക്കണം എന്നും അവിടെ പറയുന്നുണ്ട്. ഇതിലൂടെ ദൈവജനത്തിൻ്റെ ദിനചര്യകളെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കാനത്ര ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവസ്നേഹം മനുഷ്യസ്നേഹമായി പ്രകടിപ്പിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിലൂടെ ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കും. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർക്ക് ഒരിക്കലും ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ദരിദ്രരോടും പരദേശികളോടും കരുണ കാണിക്കേണ്ടതിനെക്കുറിച്ചും തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 19 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന്. മറ്റുള്ളവരെയും നമ്മെപ്പോലെ തന്നെ കരുതേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. മോഷണം, കള്ളം, അന്യായം എന്നിവ ഒഴിവാക്കേണ്ടതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 19 അധ്യായത്തിൻ്റെ ഇവയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത് എന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ നല്ല സ്വഭാവവും നീതിയുള്ള ജീവിതവും നയിക്കുന്നതിലൂടെ വിശുദ്ധരായി ജീവിക്കുവാനും നമുക്ക് സാധിക്കും. അതിലുപരിയായി ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനും നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട്, ദൈവത്തെ സേവിക്കുന്നവർ മാതൃകയായിരിക്കുക. ദൈവസേവകരുടെ ഉയർന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ലേവ്യ പുസ്തകം 21 അധ്യായത്തിൽ പറയുന്നു. അവിടെ പുരോഹിതന്മാരുടെ ജീവിതത്തിലെ ചില പ്രത്യേക കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വയ്ക്കുന്നതായിട്ട് കാണുന്നു. ദൈവസേവകർ അഥവാ പുരോഹിതർ, അവർക്കും ശാരീരികവും ആത്മീകവുമായ ശുദ്ധി അത്യന്താപേക്ഷിതമാണെന്ന് ഇവിടെ പറയുന്നു. ദൈവിക വിളി കേട്ട് ആ ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചാൽ ഉത്തരവാദിത്വങ്ങൾ കൂടുതലാണ്. അതിനാൽ ദൈവത്തെ സേവിക്കുന്നവർ മറ്റുള്ളവർക്ക് മുന്നിൽ എപ്പോഴും മാതൃകയായിരിക്കുക. അങ്ങനെ ദൈവജനത്തിൻ്റെ ദിനചര്യകൾ വെടിപ്പും വിശുദ്ധിയും ഉള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ആരാധന ഭക്തിയോടും ഭയത്തോടും കൂടിയ സമർപ്പണവും ആയിരിക്കണം. ഇത്തരത്തിൽ ദൈവജനവും ദൈവജനത്തെ സേവിക്കുന്നവരും അവരുടെ ദിനചര്യകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മാതൃകാപരമായ ജീവിതം നയിപ്പാൻ നമ്മെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദിനചര്യകളിൽ തിരുഹിതത്തിന് പ്രസാദകരമായിരിക്കണമേ. പാപവും ആപത്തും കൂടാതെ ഓരോ ദിവസവും ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.